ലോകത്തിലെ ഏറ്റവും വലിയ AI ഉച്ചകോടിയായ AI സബ്മിറ്റ് ഇന്ത്യ 2026 വലിയ ആവേശത്തോടെയാണ് ഡൽഹിയിൽ ആരംഭിച്ചത്. പക്ഷേ ഉദ്ഘാടന ദിവസം തന്നെ അപ്രതീക്ഷിത സംഭവങ്ങളാണ് അവിടെ അരങ്ങേറുന്നത്. വലിയ ജനത്തിരക്കും സാങ്കേതിക തകരാറുകളും കാരണം പ്രതിനിധികളും സ്റ്റാർട്ടപ്പ് സ്ഥാപകരും വല്ലാതെ വലഞ്ഞു. ഇതിന് പിന്നാലെ IT മന്ത്രിയായ അശ്വിനി വൈഷ്ണവ് ഇപ്പോൾ മാപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? എന്താണ് മന്ത്രിയുടെ വിശദീകരണം? നമുക്ക് നോക്കാം. തിങ്കളാഴ്ച ഉച്ചകോടി ആരംഭിച്ചതു മുതൽ വലിയ തോതിലുള്ള പരാതികളാണ് ഉയർന്നു വന്നത്. 70,000-ലധികം ആളുകൾ ഒന്നാം ദിവസം മാത്രം അവിടെ എത്തിച്ചേർന്നു. പ്രതീക്ഷിച്ചതിലും വലിയ ജനപ്രവാഹമാണ് ഉണ്ടായെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നു. മണിക്കൂറുകളോളം നീളുന്ന ക്യൂ, ലാപ്ടോപ്പുകൾ കൊണ്ടുപോകുന്നതിനുള്ള വിലക്ക്, കുടിവെള്ളത്തിന്റെയും ഭക്ഷണത്തിന്റെയും ലഭ്യതക്കുറവ് എന്നിവ സബ്മിറ്റിനെ വലച്ചു. ഏറ്റവും വലിയ പരിഹാസം വന്നത് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നടന്ന IT സബ്മിറ്റിൽ ഓൺലൈൻ പേയ്മെന്റ് നടന്നില്ല എന്നതാണ്. ഇന്റർനെറ്റ് തകരാറിലായതോടെ അവിടെ എത്തിയവർക്ക് പേയ്മെന്റ് നടത്താനോ പേയ്മെന്റ് വാങ്ങാനോ പറ്റാത്ത അവസ്ഥയായി. ഇതിനോടൊപ്പം തന്നെ VVIPകൾ എത്തിയപ്പോൾ അവരെ പുറത്താക്കിയതും വലിയ വിവാദത്തിന് കാരണമായി. പ്രധാനമന്ത്രി എത്തിയപ്പോൾ ഈ സ്റ്റോളുകളെല്ലാം ഉപേക്ഷിച്ച് പുറത്തു പോകാനാണ് സെക്യൂരിറ്റി അവരോട് നിർദ്ദേശിച്ചത്. സോഷ്യൽ മീഡിയയിലൂടെ പല പ്രമുഖ സ്റ്റാർട്ടപ്പ് സ്ഥാപകരും തങ്ങളുടെ ദുരനുഭവം പങ്കുവച്ചു. ബംഗളൂരു ആസ്ഥാനമായുള്ള നിയോ സാപ്പിയൻ CEO ധനഞ്ജയ് യാദവ് പറയുന്നത്, പെട്ടെന്നുണ്ടായ സെക്യൂരിറ്റി പരിശോധനയുടെ ഭാഗമായി സ്റ്റോൾ വിട്ടു നൽകാൻ ആവശ്യപ്പെട്ട സമയത്ത് അവരുടെ വിലപിടിപ്പുള്ള വെയറബിൾ ഡിവൈസുകൾ മോഷണം പോയെന്നാണ്. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി പങ്കെടുത്ത ഇവന്റിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായത് വലിയ തിരിച്ചടിയാണെന്ന് ഇവർ പറയുന്നു. ബിൽഡർമാരെ അവഗണിച്ചുകൊണ്ടുള്ള AI സമ്മിറ്റ് എന്നാണ് പലരും ഇതിനെ വിശേഷിപ്പിച്ചത്. രണ്ടാം ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് തന്റെ നിലപാട് അശ്വിനി വൈഷ്ണവ് അറിയിച്ചത്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ AI സമ്മിറ്റ് ആണെന്നും ജനങ്ങൾ ഇതിനെ വലിയ രീതിയിൽ സ്വീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ താൻ മാപ്പ് ചോദിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനങ്ങളുടെ ഫീഡ്ബാക്ക് കേൾക്കാൻ തങ്ങൾ സന്നദ്ധരാണെന്നും പരാതികൾ പരിഹരിക്കാനായി വാർ റൂം സജ്ജമാക്കിയതായും അദ്ദേഹം അറിയിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ സംവിധാനം വഴി സമ്മിറ്റിലെ അപാകതകൾ പരിഹരിക്കുമെന്നും വരും ദിവസങ്ങളിൽ സന്ദർശകർക്ക് കൂടുതൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഇന്ത്യ വരും വർഷങ്ങളിൽ $200 ബില്യൺ AI നിക്ഷേപങ്ങൾ ലക്ഷ്യമിടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഭവം രാഷ്ട്രീയമായും വലിയ ചർച്ചയായിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ സർക്കാരിന്റെ കെടുകാര്യസ്ഥയെ രൂക്ഷമായി വിമർശിച്ചു. PR പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ശ്രദ്ധ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഇല്ലെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്തായാലും ഈ സബ്മിറ്റ് ഫെബ്രുവരി 20 വരെ നടക്കും. ആദ്യ ദിവസമുണ്ടായ പിഴവുകളെല്ലാം നികത്തി ഇന്ത്യയെ ലോകത്തിന് മുമ്പിൽ വീണ്ടും ഉയർത്തിക്കാട്ടാൻ ഈ സബ്മിറ്റിന് കഴിയുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.